ടെക് വ്യൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടെക് വ്യൂ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് വ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിലൂടെ എങ്ങനെയാണ് APK ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതായത് വാട്സപ്പിലൂടെ നമുക്ക് APK ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധാരണയായി സാധിക്കാറില്ല. ഡോക്യുമെൻറ്റ് ഫയലുകളും ടെക്സ്റ്റ് ഫയലുകളും ഒക്കെയാണ് നമുക്ക് സാധാരണയായി വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഈ ട്രിക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് APK ഫയലുകളും വളരെ എളുപ്പത്തിൽ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ആദ്യം ഞാൻ എൻ്റെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെ നോക്കുക, ഞാൻ ഈ APK ഫയലാണ് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ലോങ് പ്രസ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാം എനിക്ക് വാട്സപ്പിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് സെൻഡ് ചെയ്യുവാണ്. നോക്കുക, ഇവിടെ എനിക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ദ ഫയൽ ഫോർമാറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് എന്നാണ് എഴുതി വന്നിരിക്കുന്നത്. ഈ APK ഫയൽ സെൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത് റീനെയിം ചെയ്യേണ്ടതുണ്ട്. എനിക്കിവിടെ ഇത് റീനെയിം ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ റീനെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് കാണാം .apk എന്നത് നിങ്ങൾക്ക് കാണാം. നോക്കുക, ആ APK മാറ്റി ഞാനിവിടെ .txt എന്ന് കൊടുത്തു. അതിനുശേഷം OK ബട്ടൺ പ്രസ് ചെയ്തു. ഇവിടെ കാണാം എനിക്ക് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിലൂടെ സേവ് ആയിരിക്കുന്നത് കാണാം. ഇനി ഞാനിത് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. നോക്കുക, ഷെയർ കൊടുത്തു. നോക്കുക, ഞാനിവിടെ വാട്സപ്പ് എടുത്തു. വാട്സപ്പിൽ ഞാൻ എനിക്ക് തന്നെ ഇവിടെ സെൻഡ് ചെയ്തു. നോക്കുക, എനിക്കിവിടെ സെൻഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. നോക്കുക, ഫയൽ എനിക്കിവിടെ സെൻഡ് ആവുകയാണ്. നോക്കുക, ഫയൽ എനിക്കിവിടെ സെൻഡ് ആയിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഇങ്ങനെ സെൻഡ് ആവുന്ന ഫയൽ എനിക്കിത് വാട്സപ്പിൽ ഡോക്യുമെൻറ്റ് ഫോൾഡറിലാണ് സേവ് ആവുന്നത്. ഇവിടെ നോക്കുക, എങ്ങനെയാണ് എനിക്ക് ഇവിടെ സെൻഡ് ആയിട്ടുള്ള ഫയൽ കാണിക്കുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഒന്നുകൂടെ റീനെയിം കൊടുക്കുവാണ്. ഇവിടെ റീനെയിം കൊടുത്തു. അതിനുശേഷം .txt എന്നുള്ളത് .apk എന്ന് മാറ്റി കൊടുക്കുകയാണ്. നോക്കുക, അതിന് ഷോക്ക് കൊടുത്തു. നോക്കുക, അതിൻ്റെ പഴയ APK ഫയലിലേക്ക് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നോക്കുക, ഞാനിവിടെ ഇൻസ്റ്റാൾ കൊടുത്തു. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഡോക്യുമെൻ്റാണുള്ള എനിക്ക് ഫയൽ വന്നിരിക്കുന്നതെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിലും നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.